ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടായിരുന്നോ? പാച്ചോറൊക്കെ കണ്ടിട്ട് പലരും പറഞ്ഞു പണ്ട് പള്ളികൾ ചർച്ചിലൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇന്നത്തെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ ഒന്നുമില്ല, എനിക്ക് എളുപ്പം ഞാൻ പറയാം, എഡിറ്റിംഗ് ചെയ്യണം. ഇനി 25-ാം തീയതി വരെ നമുക്ക് 7:30 എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്തിടണം, അല്ലെങ്കിൽ പാതിരാത്രി പിന്നെ ഒന്നും ഒക്കത്തില്ല, അതും ആകും. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്താലും പിന്നെ രാത്രി ഒന്നുകൂടി ഇത് കേൾക്കണം. എന്നാലും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഗഡബിഡ് പറ്റുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ ഞാൻ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ ഇട്ടിട്ട് രാവിലെ എഡിറ്റിംഗ് എല്ലാം കറക്റ്റ് കേട്ടതാണ്. നോക്കിയാണ് ഒരു ഇച്ചിരി സൈഡിൽ വോയിസും എൻ്റെ ഇതുകൂടെ ഞാൻ മ്യൂട്ട് ചെയ്യാതെ ഇട്ടിരുന്ന് എങ്ങനെയോ പറ്റി. പിന്നെ ഇന്നലെ പ്രൈസ് മണി അടിച്ച കൊച്ചനെ കണ്ടിട്ട് ചിരിയല്ല ഉള്ളെന്നൊക്കെ പറഞ്ഞാൽ അത് ഇച്ചിരി മതി, നല്ല സ്മാർട്ടാവൻ. ഓക്കെ, രാവിലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇച്ചിരി ടൊമാറ്റോയും സവാളയും അരിഞ്ഞവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചായ അവിടെ തിളയ്ക്കാൻ വെച്ച് കൊച്ചുങ്ങൾക്കുള്ളതും കുടിക്കാനായിട്ട് ഇവിടെ ഇപ്പം എടുത്ത് നല്ല ചൂടാണ്. ഇപ്പം അങ്ങോട്ട് എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, തണുത്തിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പം രാവിലെ ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചായയും തിളച്ചു, അതൊന്ന് ഞാനൊന്ന് ആറ്റിച്ചിട്ട് കുടിക്കാനായിട്ട് എടുക്കട്ടെ ചായയും. ഞങ്ങൾ ഇന്നലെ ഞങ്ങളുടെ ഒരു ചർച്ചിലെ ഒരു ഫാമിലിയുടെ വീട്ടിൽ പോയിരുന്നേ. അവരുടെ വീട്ടിൽ നിന്ന് ചായ എന്ന് പറഞ്ഞാൽ നല്ല, അന്നേരം അവർ പറഞ്ഞ് ഞങ്ങളൊരു മസാല ഇട്ടതാണ്. തണ്ട് ഇത് ഗുജറാത്തിൽ നിന്ന് അവർ കൊണ്ടുവന്നത്. അവർ പറയുന്നത് ഇവിടെങ്ങും ഇല്ല, ഗുജറാത്തിലെ ഉള്ളെന്ന്. എനിക്കിനി അറിയത്തില്ല, അങ്ങനെ നമ്മളോട് പറഞ്ഞേ. അപ്പോൾ അത് സാമ്പിൾ നമുക്കും തന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി പോകുന്ന സമയത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അതിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. നല്ലൊരു മസാല ആയിരുന്നത്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനിയും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. ഇനി ആ ഒരു കുഞ്ഞ് പാക്കറ്റ് 5 രൂപയുടെയാണ്. ഒരു 5-8 പാക്കറ്റ് ഞങ്ങൾക്ക് തന്നു വിട്ട്. അപ്പം ഞാൻ എല്ലാ ബ്രെഡിലും ഇച്ചിരി മയോണൈസും ടൊമാറ്റോ സോസും തേച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനെ ഞാൻ സവാളയും ടൊമാറ്റോയൊക്കെ വെച്ചിട്ട് നമ്മുടെ ടോസ്റ്ററില്ലേ, ഇപ്പം ഇങ്ങനെ അങ്ങ് കഴിക്കാം. ഇങ്ങനെ കഴിക്കുമ്പം പിന്നെ പിടിച്ച് കഴിക്കുന്നവർക്ക് കഴിക്കാം, അല്ലാത്തവർക്ക് കഴിക്കുന്നുണ്ടെ സവാളയൊക്കെ ചിലപ്പം വെളിയിൽ പോകും. അതുകൊണ്ട് ഞാൻ നമ്മുടെ ടോസ്റ്റർ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതങ്ങ് സീലാവുമല്ലേ, അപ്പോൾ കഴിക്കാനും നല്ലതാണല്ലോ. ഇച്ചിരി ഈ സവാളയും ടൊമാറ്റോയൊക്കെ ഒന്ന് വാടുന്ന ഉടനെ കുറച്ചുകൂടെ ഒരു നല്ലതല്ലേ. അങ്ങനെ ഞാനൊന്ന് ചെയ്യുന്നുണ്ടേ. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്നാവും. കാരണം ഇത് അധികം സമയം എടുക്കത്തില്ലല്ലോ ഗ്യാസിൽ ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് ശരിയാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കി വെക്കുന്നുണ്ടേ. അപ്പം ഞാനിത് എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കിയത് ചൂടോടെ കുറച്ച് കൊടുത്തു. പിന്നെ ബാക്കി ഇത്രയായി. അപ്പോൾ ഇനിയും കാണിക്കുന്ന ക്ലിപ്പ് ഞായറാഴ്ച ഞാനത് ഇടാൻ പറ്റിയില്ല. ഞായറാഴ്ച ഞങ്ങൾ വന്ന വഴിക്ക് നമ്മുടെ നാരങ്ങ വെള്ളംകാരൻ്റെ അടുത്ത് നിന്ന് എടുക്കുക. അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് പപ്പായ്ക്ക് ഫോൺ ചെയ്തായിരുന്നു. പപ്പ ഞാൻ മുടി വെട്ടാൻ പോവാന്ന്. അപ്പോൾ റീച്ചാൻ പറഞ്ഞു അവിടെ നിൽക്കുക. അവനോട് ചോദിച്ചാൽ എവിടെ എത്തിയാന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ നാരങ്ങ അങ്കിളിൻ്റെ അവിടെ അതിൻ്റെ അപ്പുറത്ത് ഷവർമയൊക്കെ ഉണ്ട്, അവിടെ വരെ എത്തി. പപ്പ പറഞ്ഞു അവിടെ നിൽക്കാൻ. അപ്പം ഞാനും പപ്പ ഇവിടെ ചെന്നിട്ട് അവനും ഇത് വാങ്ങിച്ചു കൊടുത്തിട്ട് പപ്പ പറഞ്ഞാൽ അപ്പോഴത്തേക്കിനും സമയമായി. വിളിച്ച് ചോദിച്ചാൽ മുടി അവർ പിന്നെ അടച്ച് കട, ഇനി വൈകിട്ടേ തുറക്കത്തുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇതും കുടിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ പോയിരുന്നു. പോള് ഈ പൈപ്പ് താണ്ട പൊട്ടി പോകുന്നു. ഞാൻ വാഷിങ്ങിന് തുണിയിട്ട്, അപ്പോൾ ആ വെള്ളം വരുന്ന ആ പൈപ്പ് അതങ്ങ് ലൂസായി അങ്ങ് ഊരി പോകുന്നു. അതാണ് ഞാൻ പോളിനെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ പോളിന് ഇഷ്ടപ്പെട്ട ടൊമാറ്റോ ചട്നിയാണ് ഇന്ന്. പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതങ്ങ് അടപ്പത്ത് വെച്ചാൽ പിന്നെ സാവകാശം ഇതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വെച്ച്. ഇതവിടെ കിടന്ന് ആയിക്കോളുമല്ലേ. പോളിൻ്റെ ഫേവറേറ്റ് ഇന്ന് ഉണ്ടാക്കുന്ന ടൊമാറ്റോ ചട്നി. നേരത്തെ ഇത്തിരി ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ റീച്ച ഇന്നലെയും കൊണ്ടുവന്നു. ഇത്തിരി സോഫ്റ്റ് പെട്ടെന്ന് എടുത്തേ ഒക്കത്തുള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ അവന് ഇഷ്ടപ്പെട്ടെ ഇതൊന്നും ഉണ്ടാക്കാൻ. ഇതോടെ നിൻ്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ്
ടൊമാറ്റോ ചട്നി. നീ എന്തോ പമ്മി വന്ന് നോക്കുന്നേ? നീ പോയി പഠിക്ക്. പ്രൈസൽ ഷൂ ഇട്ടോ? പേനയൊക്കെ ഉണ്ടോ കൈ? പിന്നെ ഊന്ന് പറഞ്ഞിട്ട് പിന്നെ സമയമാകുമ്പോ നോക്കുമ്പോ കാണരുതേ. ഇന്നലെ നല്ല തണുപ്പായിരുന്നു. കാരണം നമ്മൾ ബോട്ടിലേ കുടിക്കാൻ വെള്ളം എടുത്ത് വെക്കത്തില്ലേ, വാഷിങ് കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നു. ബോട്ടിൽ വെള്ളം കുടിക്കാൻ വെക്കുന്നുണ്ടേ, ആ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ടേ. ഫ്രിഡ്ജിൽ അത്രയും ഇല്ല, നല്ല തണുപ്പുണ്ടാവും വെള്ളത്തിന്. നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ, നിൻ മകനാക്കുവാനിരുന്നു നൽകുക നിൻ മഹിമ വെടിഞ്ഞു. ഹല്ലേലൂയാ ആമേൻ ഹല്ലേലൂയാ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഇതിച്ചിരി കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇത്തിരി ഉണ്ടായിരുന്ന റേച്ച ഇന്നലെ കൊണ്ടുവന്നതും ഒത്തിരി അങ്ങ് സോഫ്റ്റ്, അതിനെയും വെച്ചേക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊക്കെ നല്ലത് ഇവിടെ ഇതുണ്ടാക്കിയ എൻ്റെ പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചിരി ഇന്നത്തെ ഉണ്ടെങ്കിലും അത് ഇത്തിരി എടുത്ത് വെച്ചിരുന്നാലും അവൻ നാളെ കഴിക്കാനും അവന് ഇഷ്ടമാണ്. എനിക്ക് ഈ ടൊമാറ്റോ ചട്നിക്കകത്ത് നമ്മൾ പച്ചമുളക് കീറിയിടത്തില്ലേ, ആ പച്ചമുളക് എടുത്ത് ചപ്പാത്തിയുടെ കഴിക്കാൻ ഇഷ്ടം. ഇച്ചിരി ആ പച്ചമുളകും ഇച്ചിരി ടൊമാറ്റോ ചട്നിയും കൂടെ, ആ എരിവും എല്ലാം കൂടെ ഒരു സുമാറാണ് കഴിക്കാൻ. പാത്രം കഴുകിയില്ല രാവിലത്തെ. പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് അരിയും കൂടെ ഒക്കെ ഇട്ടിട്ട് പാത്രമൊക്കെ കഴുകാം. അരിയൊക്കെ ഇടാനായിട്ട് ഇന്നലത്തെ ചോറ് ഇച്ചിരി ഇരിപ്പുണ്ട്, അത് വെച്ച് വാർക്കണം. അപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് ഇട്ടാലും ഇത് കുഴപ്പമില്ല, അത് ഇച്ചിരി വേവുള്ള അരിയാണ്, അതുകൊണ്ട് സാവകാശം ഇട്ടാലും കുഴപ്പമില്ല. എന്നാലും സമയമൊന്നും ആയില്ല. അപ്പോൾ അരി ഒന്ന് കഴുകിയിട്ട് അവന്മാർ രണ്ടുപേരുടെ അടി കൂടുന്നുണ്ട്. ചാർജ് ചെയ്യാനായിട്ട് മൊബൈൽ പ്രൈസം പറയുന്നത് എൻ്റെ മൊബൈൽ ചാർജ് ആവുന്നില്ല, പോള് പറയുന്നത് നീ ഇവിടുന്ന് അങ്ങേ മുറി പോന്ന് പോളും. രണ്ടവന്മാരോടെ ഇത്തിരി ചെറുക്കാൻ തോന്നും. ഇനിയൊന്ന് ഞാൻ നോക്കട്ടെ എന്തുവന്ന്. ഇവിടെ നിന്ന് വിളിച്ചിട്ടൊന്നും രക്ഷയില്ല. രണ്ടുകൂടെ ഒരുത്തം കിടന്ന് പ്രൈസം പറയുന്നത് എൻ്റെ മൊബൈലിന് ചാർജ് ഇല്ല എന്നും പറഞ്ഞ് നിലവിളിക്കുന്നു. അപ്പോൾ ഈ വെള്ളം എടുത്ത് ചെടിക്ക് കൊണ്ടൊഴിക്കും. ചെടിക്കല്ല, നമ്മുടെ അലോവേരയ്ക്കൊക്കെ കൊണ്ടൊഴിക്കാം. എത്രയൊക്കെ ജോലി ഇന്ന് ഇല്ല കുറവാന്ന് പറഞ്ഞാലും നമുക്ക് ജോലിയായിരിക്കും. ഈ തുണി കഴുകലും വിരിക്കവും മടക്കലും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു സമയമാവും എല്ലാം കൂടെ ചെയ്ത് വരുമ്പം. ഒരു കൈ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത്. എല്ലാവരും ചിന്തിക്കും എല്ലാവരും അങ്ങനെ അല്ലേന്ന്. എന്തെങ്കിലുമൊക്കെ തലേന്ന് ചെയ്ത് വെച്ചാൽ ചിന്തിക്കാം നാളെ രാവിലെ പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാമല്ലോ എന്ന് ചിന്തിക്കുമ്പം അന്ന് ഇച്ചിരി ജോലി കൂടുതലായിരിക്കും. അപ്പം ഞാൻ എല്ലാ ടൊമാറ്റോ എല്ലാം അരിഞ്ഞെടുത്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് അരി ഇട്ടിട്ടാണ് ഇനി ഇത് ടൊമാറ്റോ ചട്നി വെക്കാമെന്ന് വെച്ചത്. ടൊമാറ്റോ ചട്നിയൊന്നും അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കൂട്ടാനാണ് ടൊമാറ്റോ ചട്നിയൊക്കെ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരി ജീരകമായിട്ട് പൊട്ടിച്ച് എന്നിട്ട് കറിവേപ്പില ഇട്ട് ആദ്യം ഒന്ന് രണ്ട് സവാള എടുത്തരിഞ്ഞ് അതെടുത്തങ്ങ് വാട്ടും. അതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഇവിടെ ആർക്കും ഈ പച്ചമുളക് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഇച്ചിരി എരിവ് പച്ചമുളക് ടൊമാറ്റോയുടെ എടുത്തൊരു ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ടൊമാറ്റോ ചട്നി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പിന്നെ ടൊമാറ്റോ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്, വെള്ളവും പോട്ടെ ഉപ്പിട്ടിട്ട്, വെള്ളം ഒട്ടും ഒഴിക്കരുതേ. ആ ടൊമാറ്റോയിലെ വെള്ളം നിങ്ങൾ ഉപ്പിട്ടിട്ട് ഇത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കണം. ടൊമാറ്റോ ചട്നി വെച്ചിട്ടില്ലെങ്കിൽ ഈ ടൊമാറ്റോ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പം ഇതങ്ങ് വെള്ളമെല്ലാം കൂടെ ഇറങ്ങി കറി പോലാവും. പിന്നെ അത് നന്നായി വറ്റി റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ചട്നിയാവും. എനിക്ക് ഇച്ചിരി ഒരു ലൂസായിട്ട് എടുക്കുന്നേ എനിക്ക് താല്പര്യം. അപ്പം ഞാൻ ആ ഉപ്പ് ഇട്ടിട്ട് അടച്ചവിടെ വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ ടൊമാറ്റോ ചട്നി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, കോവയ്ക്ക മെഴുക്കുവരട്ടി ഇതൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അതങ്ങ് അടപ്പത്ത് വെക്കും. കാരണം അത് ചെറിയ തീയിൽ കിടന്ന് ചെറുതായിട്ട് കിടന്ന്, ഇപ്പം നമ്മുടെ വിറകടുപ്പിലാണെങ്കിൽ നമുക്ക് ചട്ടിയോ വല്ലതും വെച്ചാൽ കുഴപ്പമില്ല. ഇതിലാകുമ്പോൾ നമുക്കിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കിനും അതങ്ങ് റെഡിയായിട്ട് കിട്ടും നമുക്ക്. കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നായിരുന്നു, ആരായിരുന്നു പോകുന്നത്, ഇപ്പം ചിന്തിക്കും ചേച്ചി ഇത്രക്കങ്ങ് മറവിയാണെന്നോന്നും. സത്യമാണ്, മില്ലറ്റ് കൊണ്ടുള്ള ദോശയൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ലേന്ന്. ഞാനിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇടയ്ക്ക് അതായിരുന്നു ഈ പിള്ളേർ കഴിക്കാതിരിക്കുക. ഞാൻ വെറുതെ എന്തിനാ ഈ അന്യായം, അതിനൊക്കെ എന്തോ നല്ല വിലയുമാണ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെറുതെ ഒരാൾക്കും വേണ്ടി ഞാൻ എങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാനങ്ങ് മടുത്ത്. അപ്പോൾ ടൊമാറ്റോ ചട്നിയൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ ഞാൻ കറി വെക്കാനായിട്ട് പയറും മത്തങ്ങയും കൂടി ഇട്ട് ഒരു കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് വേവിച്ചായിരുന്നു കുക്കറിൻ്റെ അകത്ത്, പയറും മത്തങ്ങയും കൂടെ. ചെറുപയർ, വൻപയറാണെങ്കിൽ അതാ കൂടുതൽ നല്ലത്. എനിക്കിപ്പം വൻപയർ അങ്ങനെ കിട്ടാറില്ല. അന്ന് ചുരുക്കമായിട്ട് എനിക്ക് മലയാളിക്കടയിൽ നിന്ന് കിട്ടിയതാണ്. മിക്കവാറും അവിടെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇത്രയിട്ടൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് അതുകൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇച്ചിരി ഒന്ന് ലൂസാക്കി, ഇപ്പം ഈ സമയത്ത് ഇത്തിരി ലൂസാവണം. തണുക്കുമ്പോൾ ഇത് കുറേയും കൂടെ അങ്ങ് തിക്കാവും. അപ്പോൾ ഈ കറിയൊക്കെ ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. പോളിനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അപ്പച്ചന് അത്ര താല്പര്യമില്ല. പിന്നെ അങ്ങ് ഉപയോഗിക്കുമെന്നേ ഉള്ളൂ. അപ്പച്ചനും എന്നും മോര് കൊടുക്കാമെങ്കിൽ സുഖമാണ്. അതാ പോളിനും കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അടപ്പത്ത് വെച്ച് അതൊന്ന് നന്നായി തിളച്ച് ഇനി നമുക്ക് കടുകൂടെ വറുത്താൽ. ഈ കടുക് വറുക്കുന്ന സമയത്ത് നല്ല അരമുറി തേങ്ങ തിരുമിയത് വറുത്തതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് ഇച്ചിരി നെയ്യൂടെ ചേർക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരിയും തേങ്ങ ചേർത്തില്ലായിരുന്നു. അപ്പം തേങ്ങയൊക്കെ അങ്ങനെ കുശാലായിട്ട് ഇടാനില്ല. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാനിപ്പം കുറച്ച് സാധനങ്ങൾ കടയിൽ ഓർഡർ ചെയ്ത് വാങ്ങിച്ച അതിൻ്റെ വില വിവരങ്ങളും ഇവിടെ ഉണ്ട്. ഇതിന് പഞ്ചസാര ശർക്കര 44 രൂപ പഞ്ചസാര. പിന്നെ അവല് പോഹ 1 കിലോ 98 രൂപ, 2 പാക്കറ്റ്. പാസ്ത 1 കിലോ 80 രൂപ, അര കിലോ 40. അര കിലോയുടെ 2 പാക്കറ്റ്. പിന്നെ ഉപ്പ് ടാറ്റ നമക്ക് 30 രൂപ. തേയില ഇവിടെ ടാറ്റ ആഗണിയാണ് വാങ്ങിക്കുന്നത്. ടാറ്റ ആഗണി 60 രൂപ, 1/4 കിലോ. തേങ്ങ ഞാൻ പറഞ്ഞു വലിയ തേങ്ങ താന്ന്. അപ്പം പറഞ്ഞ് തിരി കൊച്ച കേട്ടോ, പെങ്കൊച്ച, ആ പുള്ളിക്കാരൻ്റെ മോള്. തേങ്ങ വരുന്നില്ല, ഭയങ്കര ക്ഷാമം. ഈ ഒരു ടൈപ്പേ വരുന്നുള്ളൂ. പണ്ടൊക്കെ ഇതിന് 20 രൂപയായിരുന്നു. ഈ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് വരെ ഇന്ത്യയെ കഴിച്ച്. ഇത് 35 രൂപ. ഇപ്പം വീഡിയോയിൽ കൂടെ ഇച്ചിരി വലുതായിട്ട് കാണുന്ന ചെറുതാ കേട്ടോ. ഉഴുന്ന് എന്താ വിലയാ? ഉടുത്താൾ 150 രൂപ. ഇപ്പം വൈകുന്നേരം സംഭവം, വൈകുന്നേരം 7 മണിയായി.
ഞാൻ ഇന്ന് രാവിലെ അരി വെള്ളത്തിൽ ഇടാൻ നോക്കിയപ്പോഴാണ് ഉഴുന്നില്ലെന്നറിഞ്ഞു. അപ്പോൾ ഉഴുന്നായിട്ട് ഓർഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പിന്നെ പഞ്ചസാരയൊക്കെ തീർന്നായിരുന്നു. അപ്പം ഇങ്ങനെ കുത്തി വെച്ചാൽ ഇത് പോകാൻ പ്രയാസം. ഇത്രയും നിറഞ്ഞതുകൊണ്ട് കുറച്ചായിട്ട് വെക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഐഡിയ ഇങ്ങനെ കുത്തി വെക്കും. ഇച്ചിയും കൂടെ തപ്പോട്ട് വെക്കും. ഉഴുന്നിൻ്റെ ഡബ്ബ എന്തിയേ? അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.